ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973. ഇന്ത്യയിലെ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ CRPCയിലാണ്. കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ പാസാക്കിയ വർഷം 1973. രാഷ്ട്രപതി ഒപ്പുവെച്ച വർഷം 1974 ജാനുവരി 25. അന്നത്തെ രാഷ്ട്രപതി V.V. ഗിരിയായിരുന്നു. നിലവിൽ വന്ന വർഷം 1974 ഏപ്രിൽ 1. ലാ കമ്മീഷൻ്റെ 41ാമത് റിപ്പോർട്ട് പ്രകാരമാണ് CRPC നിലവിൽ വന്നത്. സെക്ഷൻ 1. ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും. CRPC ഇന്ത്യ മുഴുവൻ ബാധകമാണ്. എന്നാൽ CRPCയിലെ 8, 10, 11 അധ്യായങ്ങൾ ഒഴികെയുള്ള വ്യവസ്ഥകൾ നാഗാലാൻഡും ഗോത്രവർഗ പ്രദേശങ്ങൾക്കും ബാധകമല്ല. എന്നാൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് CRPCയിലെ മുഴുവൻ വ്യവസ്ഥകളും നാഗാലാൻഡ് സംസ്ഥാനത്തിനോ മറ്റ് ഗോത്രവർഗ പ്രദേശങ്ങൾക്കോ ബാധകമാക്കാൻ അതാത് സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമുണ്ട്. സെക്ഷൻ 2A. ബേയബിൾ ഒഫൻസ്. ജാമ്യം അനുവദിക്കേണ്ട കുറ്റം. ജാമ്യം അനുവദിക്കേണ്ട കുറ്റം എന്നാൽ 1. ജാമ്യം അനുവദിക്കേണ്ടതായി CRPCയിലെ 1-ാം പട്ടികയിൽ കാണിച്ചിരിക്കുന്ന കുറ്റങ്ങൾ. 2. നിലവിലുള്ള മറ്റേതെങ്കിലും നിയമപ്രകാരം ജാമ്യം അനുവദിക്കേണ്ട കുറ്റങ്ങൾ. ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്തതായി ആരോപിക്കപ്പെട്ട വ്യക്തിക്ക് ജാമ്യം അനുവദിക്കേണ്ടത് അയാളുടെ അവകാശമാണ്. ജാമ്യം അനുവദിക്കേണ്ട കുറ്റം എന്നതിൻ്റെ നിർവചനം ഉൾക്കൊള്ളുന്ന വകുപ്പ് സെക്ഷൻ 2A. ജാമ്യം അനുവദിക്കേണ്ടതല്ലാത്ത കുറ്റങ്ങൾ എന്നാൽ സെക്ഷൻ 2A പ്രകാരം ജാമ്യം അനുവദിക്കേണ്ടതല്ലാത്ത മറ്റേതെങ്കിലും കുറ്റങ്ങൾ. സെക്ഷൻ 2C. കൊഗ്നൈസബിൾ ഒഫൻസ്. കൊഗ്നൈസബിൾ കുറ്റം എന്നാൽ CRPCയിലെ 1-ാം പട്ടികയനുസരിച്ചോ നിലവിലുള്ള മറ്റേതെങ്കിലും നിയമമനുസരിച്ചോ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യുവാൻ അധികാരമുള്ള കുറ്റം. കൊഗ്നൈസബിൾ കുറ്റം എന്നതിൻ്റെ നിർവചനം ഉൾക്കൊള്ളുന്ന വകുപ്പാണ് സെക്ഷൻ 2C. കൊഗ്നൈസബിൾ കേസ് എന്നാൽ CRPCയിലെ 1-ാം പട്ടികയനുസരിച്ചോ നിലവിലുള്ള മറ്റേതെങ്കിലും നിയമമനുസരിച്ചോ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യുവാൻ അധികാരമുള്ള കേസ്. സെക്ഷൻ 2H. ഇൻവെസ്റ്റിഗേഷൻ. അന്വേഷണം. അന്വേഷണം എന്നാൽ കേസിനായുള്ള തെളിവ് ശേഖരണത്തിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഇതിലേക്ക് ഒരു മജിസ്ട്രേറ്റ് അധികാരപ്പെടുത്തുന്ന ഏതെങ്കിലും വ്യക്തിയോ മറ്റൊരു മജിസ്ട്രേറ്റ് അല്ലാതെ CRPCയിലെ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് നടത്തുന്ന എല്ലാ നടപടിക്രമങ്ങളും. ഒരു കേസിൻ്റെ ആദ്യഘട്ടമാണ് അന്വേഷണം. അന്വേഷണം എന്നതിൻ്റെ നിർവചനം ഉൾക്കൊള്ളുന്ന വകുപ്പാണ് സെക്ഷൻ 2H. സെക്ഷൻ 2I. നോൺ കൊഗ്നൈസബിൾ ഒഫൻസ്. നോൺ കൊഗ്നൈസബിൾ കുറ്റം. കൊഗ്നൈസബിൾ അല്ലാത്ത കുറ്റം എന്നാൽ ഒരു കുറ്റകൃത്യം ചെയ്തയാളെ വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യുവാൻ സാധിക്കില്ല എങ്കിൽ അത്തരം കുറ്റങ്ങൾ നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് എന്നു പറയുന്നു. കൊഗ്നൈസബിൾ അല്ലാത്ത കുറ്റം എന്നതിൻ്റെ നിർവചനം ഉൾക്കൊള്ളുന്ന വകുപ്പാണ് സെക്ഷൻ 2I. കൊഗ്നൈസബിൾ അല്ലാത്ത കേസ് എന്നാൽ വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യുവാൻ അധികാരമില്ലാത്ത കേസ്. സെക്ഷൻ 2N. ഒഫൻസ്. കുറ്റം. കുറ്റം എന്നാൽ നിലവിലുള്ള ഏതെങ്കിലും നിയമപ്രകാരം ശിക്ഷാർഹമായ കൃത്യം അല്ലെങ്കിൽ കൃത്യവിലോപം. 1871 കന്നുകാലി അതിക്രമ ആക്ട് 20-ാം വകുപ്പ് പ്രകാരം ശിക്ഷിക്കാവുന്ന ഏതെങ്കിലും കൃത്യവും കുറ്റം എന്നതിൽ ഉൾപ്പെടുന്നു. കുറ്റം എന്നതിൻ്റെ നിർവചനം ഉൾക്കൊള്ളുന്ന വകുപ്പാണ് സെക്ഷൻ 2N. സെക്ഷൻ 2W. സമൻസ് കേസ്.
സമൻസ് കേസ് എന്നാൽ വാറന്റ് കേസ് അല്ലാത്തതും ഒരു കുറ്റത്തെ സംബന്ധിക്കുന്നതുമായ കേസ്. സമൻസ് കേസ് എന്നാൽ വാറന്റ് കേസ് അല്ലാത്തതും ഒരു കുറ്റത്തെ സംബന്ധിക്കുന്നതുമായ കേസ്. സമൻസ് കേസ് എന്നതിൻ്റെ നിർവചനം ഉൾക്കൊള്ളുന്ന വകുപ്പാണ് സെക്ഷൻ 2W. സെക്ഷൻ 2X വാറന്റ് കേസ്. വാറന്റ് കേസ് എന്നാൽ വധശിക്ഷയോ ജീവപര്യന്തമോ 2 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷയോ ലഭിക്കുന്ന ഒരു കുറ്റം സംബന്ധിച്ച കേസ്. വാറന്റ് കേസ് എന്നതിൻ്റെ നിർവചനം ഉൾക്കൊള്ളുന്ന വകുപ്പാണ് സെക്ഷൻ 2X. സെക്ഷൻ 4 ഇന്ത്യൻ ശിക്ഷാ നിയമത്തിനും മറ്റു നിയമങ്ങൾക്കും കീഴിലുള്ള കുറ്റങ്ങളുടെ വിചാരണ. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും മറ്റു നിയമങ്ങളിലും പരാമർശിക്കുന്ന കുറ്റങ്ങളുടെ വിചാരണയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 4.